ഹായ് ഡിയേഴ്സ്, ഇത് അദ്വയുടെ ഫേവറേറ്റ് കോംബോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്രൈഡ് റൈസിന് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാരറ്റ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, സോയാ സോസ് ഇത്രയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡിയാണ് കേട്ടോ. ഇനി നമ്മൾ മെയിനായിട്ട് കൊടുക്കാം കേട്ടോ കൂന്തൽ നല്ല കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ തലയും ചിറകും മാറ്റി വെക്കാവേ. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, കറിവേപ്പില, സവാള എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കൂന്തലിൻ്റെ തലയും ചിറകും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റുക. എന്നിട്ട് ഒരു പിടി തേങ്ങ അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ മിക്സ് കൂന്തലിലേക്ക് നിറച്ച് കൊടുക്കാം. കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വെക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കുത്തി നിറക്കാതെ കുറേശ്ശെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു ഇറുക്കിലെയോ ടൂത്ത് പിക്കോ കൊണ്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ആവി കയറ്റാൻ വെക്കാം. അധികം നിറച്ച് കഴിഞ്ഞാൽ ആവി കയറ്റുമ്പോൾ പൊട്ടിപ്പോവും. ഇനി ഒരു സ്റ്റീമർ വെച്ച് നമ്മുടെ കൂന്തലെല്ലാം ആവി കയറ്റാൻ വേണ്ടി വെക്കാം. ഒരു 5 മുതൽ 8 മിനിറ്റൊക്കെ ആവി കയറിയാൽ മതിയാവും. 8 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊരു ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലും ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം വഴറ്റുമ്പോൾ നമ്മൾ കൂന്തലിലേക്ക് ഈ മുളകും മസാലയും എല്ലാം നല്ല രീതിയിൽ മിക്സായി വരുമ്പോഴേക്കുമാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളൊരു കോട്ടിങ് പോലെ മിക്സ് ചെയ്ത് നമുക്കിതങ്ങോട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഫൈനൽ സ്റ്റെപ്പാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല മസാല കിടക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അദ്വിക്ക് ഇഷ്ടമാകുമോ നോക്കാം. അദ്വിക്ക് കൊണ്ട് കൊടുത്തു നോക്കാം. സൂപ്പർ. അപ്പോൾ ഇത് അദ്വിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് കേട്ടോ കൂടുതൽ രസമുള്ളത്. പിന്നെ ഫ്രൈഡ് റൈസ് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പോൾ ഇത് അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി ഓക്കെ.